എയറിലാക്കുന്ന കുറച്ച് പേരുണ്ട്. ഇന്നത്തെ കാലത്ത് എയറിലാവുന്നത് ഒരു ട്രെൻഡാണ്. അത് വൈറലായിട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതവും അറ്റ് ദ സെയിം ടൈം ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. അന്നൊന്നും ഈ പരിപാടികൾ ലൈക്ക് ബ്രേക്ക് എടുക്കുമ്പോഴോ നിർത്തുമ്പോഴോ ഇല്ലാത്തൊരു ഇമ്പാക്റ്റാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒറ്റൊരു ഷോ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ വലിയൊരു നന്ദിയുണ്ട്. ലൈക്ക് 7 വർഷമായില്ലേ ഫ്ലവേഴ്സ് തുടങ്ങി അപ്പം മുതൽ ഠമാർപ്പടാർ എന്നുള്ള രീതിയിൽ വന്ന് അതിനുശേഷം സൂപ്പർ പവറായി സ്റ്റാർ മാജിക്കായി സീസൺ 1 ആയി 2 ആയി 7 വർഷമായി. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ബ്രേക്ക് അങ്ങനെ തന്നെ നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇപ്പോഴും എനിക്ക് അത്ര കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും എന്താ പറയുക, സ്റ്റാർ മാജിക് ഒരു ബ്രേക്ക് തന്നെ എടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും സജീവമായിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഇതിനു മുമ്പ് അല്ലേ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റൊരു ഇനോഗ്രേഷൻ ഉള്ളപ്പോൾ അപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഇപ്പോൾ അതേ കണ്ടു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഫ്ലവേഴ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ എനിക്കൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷേ ലൈക്ക് സ്റ്റാർ മാജിക് എന്നുള്ളൊരു ഷോ 7 years ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഇനി സംതിങ് ചേഞ്ചസ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് എല്ലാം വഴിയെ പറയാം, സമയമാവുമ്പോൾ പറയാം. അല്ല, ഞാനിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാം നമ്മൾ എടുത്ത് ചാടുന്നതിന് മുമ്പ് ലൈക്ക് സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി എല്ലാ കാര്യങ്ങളും. എന്തായാലും നിങ്ങളെ തന്നെ ഞാൻ അറിയിക്കും. പറയൂ. അല്ല, ഈ വിവാദങ്ങൾ എന്ന് പറയുമ്പോഴേ വിവാദങ്ങളിൽ ഒരു ചെറിയ പങ്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഒരു മിനിറ്റ്, ഇല്ലാളെന്ന് കാണിക്കട്ടെ. അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിന് ലൈക്ക് മോശമായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെയും അവരെയും അദ്ദേഹത്തെയും എൻ്റെ ഫാമിലിയെയും മാത്രം എനിക്ക് നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഈ പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന ആൾക്കാരോ ലൈക്ക് എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരോ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം ജസ്റ്റ് അവരൊന്ന് ആലോചിക്കുക. അതുപോലെ ഈ കമൻ്റ് ഇടുന്നവരാണെങ്കിലും അവരൊന്ന് ആലോചിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഐ എം ലൈക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മളൊരു കാര്യം നല്ലത് ചെയ്തിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ എത്രയോ പേരെന്ന് പറഞ്ഞാൽ എത്രയോ പേരെന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ആൻറ്റി പറഞ്ഞാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു ഒരു 40-46 വയസ്സായിട്ടുണ്ട് ആ ആൻറ്റിക്ക്. ഞാൻ ലൊക്കേഷനും കൂടെ പറഞ്ഞുതരാം. ആ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം ഇത് എന്തായാലും കാണും, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വരും. ആ ആൻറ്റി ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ആ ആൻറ്റി അറിയില്ല, ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ പെറ്റ് പാർക്കില്ലേ, അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞതാ, ലക്ഷ്മി വീഡിയോ കണ്ടു, എൻ്റെ അച്ഛൻ്റെ തോർത്ത് മാത്രമാണ്, അതായത് ലൈക്ക് ബാറ്റവൽ തോർത്ത് മാത്രമാണ് എൻ്റെ കയ്യിൽ എക്സിസ്റ്റിംഗ്, ഞാനതും കൊണ്ട് പോവാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ലൈക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല. ലൈക്ക് രേണു പറയുന്നത്, രേണുവാണ് എനിക്ക് ആ ഒരു ലീഡ് തന്നത്, അങ്ങനെയാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, രേണുവും ഹാപ്പിയാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം, അവരുടെ ഫാമിലിക്കും എന്നെ അറിയാം. അത്രമാത്രം മതി. നമുക്ക് മറ്റുള്ളവരെ ബോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അത് എൻ്റെ ഒരു പാർട്ട് ഓഫ് മൈ ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ദുബായിലായിരുന്നു. പോസ്റ്റ് ആരും കണ്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മളെ പറ്റി അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരല്ല. ഞാൻ ദുബായിലായിരുന്നു, ഞാൻ എത്തിയുള്ളൂ. വിഷമയോ? 7 വർഷമായില്ലേ കാണണു. ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ പറയണു ഞങ്ങൾക്ക് മാറ്റം വേണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അല്ലേ? ഞങ്ങളൊന്നും ഇല്ല, ഞാൻ ഈ പരിപാടികൾ ചെയ്തോണ്ടിരിക്കും. പിന്നെ മുന്നിൽ കണ്ടിട്ട് ക്യാമറ എന്നെ എവിടെ കൊണ്ടുവെക്കല്ലേ പ്ലീസ്. ഒന്നുമില്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 7 years ആയിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിനും കിട്ടാത്തൊരു ആക്സെപ്റ്റൻസ് ആണ് എനിക്കാണെങ്കിലും എൻ്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും കിട്ടിയിട്ടില്ല. ഇപ്പം ഈ പറയുന്ന ഈ അമ്മയുടെ മനസ്സ് കണ്ടോ, അതായത് അവർ പ്ലാസ്റ്റിക് ആയിട്ട് ഒരു ഈ അനീതിയുടെ മനസ്സ് കണ്ടോ. അങ്ങനെയല്ല, ലൈക്ക് ആരും നമ്മളെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ സെലിബ്രിറ്റി ആയിട്ടോ ഒന്നുമല്ല കാണുന്നത്, അവരുടെ വീട്ടിലൊരു മെമ്പറായിട്ടാണ് കാണുന്നത്. അത് എല്ലാം സ്റ്റാർ മാജിക് കൊണ്ടാണ്. സ്റ്റാർ മാജിക്കിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത്. സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹമൊക്കെ എന്നും നിങ്ങളോടുണ്ടായിരിക്കും കേട്ടോ. ഒപ്പം മിണ്ടിക്കഴിഞ്ഞ് എയറിലാക്കുന്ന കുറച്ച് പേരുണ്ട്. ഇന്നത്തെ കാലത്ത് എയറിലാവുന്നത് ഒരു ട്രെൻഡാണ്. അത് വൈറലായിട്ട് നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അതും എൻജോയ് ചെയ്യണ ഒരാളാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഏറെ കൊണ്ടി വരും, നോ പ്രോബ്ലം.
പ്രോബ്ലം. ഓക്കെ, താങ്ക് യു കേട്ടോ. ആൻഡ് സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇവിടെ വന്നിട്ടുള്ള ഓൺലൈൻ മീഡിയാസ് ഇന്ന് ഇവിടെ ഒരുപാട് ക്രൗഡ് വന്നിട്ടുണ്ട്. അതിലുപരി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് സ്റ്റാർ മാജിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ വളച്ചൊടിക്കുമെങ്കിലും ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു കൺസേൺ കാര്യങ്ങൾ എല്ലാം എന്താ പറയുക, അതും ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള ഓൺലൈൻ മീഡിയാസ് ആണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ്. കാരണം എന്ത് വാർത്ത എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട, ഇത് ചിലപ്പോൾ അപ്ലോഡ് വരെ വന്നിട്ടുണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു ഇൻവിറ്റേഷനിൽ നിങ്ങളെത്തിയതിൽ ഞാനല്ല സ്റ്റാർസ്, നിങ്ങളെല്ലാവരും സ്റ്റാർസ്, അത്രയധികം പേര് വന്നിട്ടുണ്ട്. സോ താങ്ക്സ് അലോട്ട് എല്ലാവർക്കും. ഒരേ എന്താണ് ആവുമ്പോ ഞാൻ ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാം. താങ്ക് യു. കാരണം എനിക്കും എല്ലാ എക്സ്ക്ലൂസീവ് നിങ്ങൾ കൊണ്ടുപോയാൽ മതിയോ? എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് എനിക്ക് വേണ്ടേ? താങ്ക് യു. ജസ്റ്റ് കവാലി. ഇനി വില ചോദിക്കണ്ടോ? പാമ്പ് പോലെ ഇരിക്കും. ഇങ്ങനെയല്ല, ഇങ്ങനെ. ഒരു ലക്കി ഡ്രോ ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്.